പവിത്രം സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയും വിക്രമും വളരെ സന്തോഷത്തോടു കൂടെ കഴിഞ്ഞു പോകുമ്പോഴാണ് പുതിയൊരു കഥാപാത്രം വിക്രമിൻ്റെയും വേദയുടെയും ജീവിതത്തിലേക്ക് വരികയാണ്. എസ്റ്റേറ്റ് മുതലാളിയായ ജോബിനായിരിക്കും അതിൽ. വേദയെ കാണുമ്പോൾ തന്നെ അയാൾക്ക് എന്തോ ഒരു ക്രഷ് അടിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത ജോബിന് വേദയുടെ ആ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പോവുന്നുണ്ട്. എന്നാൽ ജോബിൻ്റെ ഈ അസുഖം മനസ്സിലാക്കിയ വേദ അപ്പം തന്നെ അതിനൊരു പരിഹാരമായിട്ട് തന്നെ ജോബിന് നല്ല കൊട്ട് കൊടുക്കുകയും ചെയ്യാൻ കേട്ടോ. എൻ്റെ പുറകെ നടക്കേണ്ട, എൻ്റെ ഭർത്താവ് ഇതറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ പിന്നെ വച്ചേക്കില്ല എന്ന് പറയുന്നുണ്ട്. തൻ്റെ വഴിക്ക് വരില്ലെന്ന് മനസ്സിലാക്കിയ ജോബിന് വേദയെ നോക്കിയിട്ട് നിന്നെയല്ല നിൻ്റെ അപ്പുറമുള്ളവരെ ഞാൻ വശത്താക്കിയിട്ടുണ്ടടി എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. ഈ സമയം നാട്ടിലാണെങ്കിലും ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ വേദയും വിക്രമും എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ആ ഒരു സമയത്താണ് അവർ ആ പത്ര റിപ്പോർട്ടറെ മുമ്പ് യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്ത ആ ചാനൽ റിപ്പോർട്ടറെ കണ്ടെത്തുന്നുണ്ട്. എന്നിട്ട് ആ വേദയും വിക്രമിനെയും കുറിച്ച് പറയാണ്. അയാൾ കുറച്ച് പണവും നൽകിക്കൊണ്ട് അവർ പറഞ്ഞ രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതനുസരിച്ച് അയാൾ പിറ്റേ ദിവസം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ആ ഗുണ്ട ഒരു കൊലയാളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യാൻ അത് കുറച്ച് സമയം കൊണ്ട് തന്നെ അങ്ങ് കത്തിക്കയറി വൈറലാവുന്നുണ്ട്. ആ സമയത്ത് ഫോണിൽ യൂട്യൂബിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്ന ജോബിൻ്റെ ഫോണിൽ ഈ ഒരു കാഴ്ച കാണാട്ടോ. വേദയുടെ മുഖം കണ്ടതും ഇവളെല്ലേ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അത് ഓപ്പണാക്കി നോക്കുമ്പോഴാണ് അത് തൻ്റെ മുമ്പിൽ തൻ്റെ എസ്റ്റേറ്റിൽ ജോലിക്ക് വരുന്ന വേദയാണെന്ന കാര്യം അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അയാളത് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചുമ്മയല്ല ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ വന്ന് ഒളിവിൽ താമസിക്കുന്നത്. അവളെ കണ്ടപ്പോൾ തന്നെ ഒരു വശപിശക്ക് തോന്നിയതാണ്. അപ്പോൾ തന്നെ ജോബി ആ ഒരു ഫോണിൽ കണ്ട നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ദേ ഞങ്ങളുടെ എസ്റ്റേറ്റിൽ ജോലിക്ക് വരുന്നുണ്ട്, ശ്രീകാന്തിൻ്റെ നമ്പർ ആയിരിക്കും അത്. അങ്ങനെ അവരാണെങ്കിലും സംസാരിക്കാൻ കേട്ടോ. ജോബിന് നല്ല കാശ് ഓഫർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വരുന്നവരെ അവർ ഒരിക്കലും അവിടെ നിന്ന് പോവാൻ പാടില്ല, നീ ബ്ലോക്ക് ചെയ്യണം എന്ന് പറയണം. അങ്ങനെ ജോബിന് ഇതൊക്കെ അറിഞ്ഞ് ജോബിന് അപ്പോൾ എന്തായാലും അവൾ എൻ്റെ വശത്താക്കാൻ ഇതിലും നല്ലൊരു വീഡിയോ വേറെയില്ല, ഇതെല്ലാവരെയും കാണിക്കുമെന്ന് അവളടുത്ത് പറഞ്ഞാൽ മതി എന്നെല്ലാം കരുതിക്കൊണ്ട് വേദയുടെ അരികിലേക്ക് ചെല്ലാട്ടോ. അപ്പോൾ വേദ, നീ പറഞ്ഞതൊന്നുമല്ല സത്യം, എനിക്ക് മനസ്സിലായി. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേദ ജോബിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്താ എന്നർത്ഥത്തിൽ എല്ലാ ഭാര്യയും ഭർത്താവും കൂടെ ഒളിച്ചോടി വന്നതല്ലേ ഒരുത്തനെ കുത്തിക്കൊന്നിട്ട് ഭാര്യയും ഭർത്താവും ഇവിടെ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയോ? ജോബിന് പറഞ്ഞതും ആകെ ഭയത്തോടു കൂടെ വേദ അയാളെ നോക്കുന്നുണ്ട്. എന്താ ഭയന്നു പോയോ? ആ ഗുണ്ട നിന്റെ കഴുത്തിൽ ബലമായി താലി കെട്ടിയതല്ലേ? എന്നിട്ടിപ്പോൾ നീയും അവനും അങ്ങ് വളരെ പ്രണയത്തിലായി. അപ്പോൾ ഭർത്താവിൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിക്കാം നീയും തയ്യാറായോ? എന്തായാലും നല്ല സ്ഥലത്താ വന്നു പെട്ടത്. എന്നാലും മൈക്കിൾ അച്ഛന് എങ്ങനെയാ ഇങ്ങനൊരു അബദ്ധം പറ്റി എന്നാ ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ അനാവശ്യം പറയരുതെന്ന് വേദ പറയുമ്പോൾ അനാവശ്യമോ ഇതെന്താടി എന്ന് ചോദിച്ചുകൊണ്ട് ഫോണിലെ ആ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അത് കണ്ടതും വേദ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാമഗ്രികളെല്ലാം താഴെ ഇട്ടുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവൾ ഓടി വരുന്നത് കണ്ട് വിക്രം ചോദിക്കും, എന്താ വേദ, എന്താ ഉണ്ടായത്? വിക്രം, നമ്മൾ എന്താ വേദ, കാര്യം പറ. അങ്ങനെ വേദ എല്ലാം വിശദമായിട്ട് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ പിന്നിലും നിൻ്റെ ആങ്ങളുടെ ചതി തന്നെയായിരിക്കും. അത് എനിക്ക് ഉറപ്പാ. ആ ജോബി നമ്മളിവിടെയുള്ള കാര്യം തീർച്ചയായും എൻ്റെ ഏട്ടനെ അറിയിച്ചിട്ടുണ്ടാവും. അധികം വൈകാതെ അവരിവിടെ എത്തും, അതെനിക്ക് ഉറപ്പാണ്. വിക്രം, നമ്മളെങ്ങനെ ഇവിടെ നിന്ന് പോവും? ഒരിക്കലും നമുക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ല. ആ ജോബി നമ്മളെ തടയും. ആ സമയമായപ്പോഴത്തേന് കുറച്ച് ആളുകൾ അവിടെ നിന്ന് കൂടുക. ആ ഭാര്യയും ഭർത്താവും നാട്ടിൽ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വിക്രമാകെ പകച്ചു നിൽക്കാട്ടും. ഒരു ഭാഗത്ത് അനിയൻകൂട്ടൻ. ആ സമയം അനിയൻകൂട്ടന് കുറേയൊക്കെ നോർമലായി വന്നിട്ടുണ്ടാവും. അങ്ങനെ മൈക്കിളച്ചൻ അവിടേക്ക് വരുന്നുണ്ട്. ആ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കറിയാം, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അവരുടെ മേലെ ഇങ്ങനൊരു കുറ്റാരോപണം വന്നതാ. അവരോട് ശത്രുതയുള്ള ആരെയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേദയും വിക്രമിനെയും തേടിക്കൊണ്ട് അവിടെ നിന്ന് ശ്രീകാന്തും ചന്ദ്രശേഖരും അവരുടെ ഗുണ്ടകളും കൂടെ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്താണ് സാജന് ഈ വിവരം അറിയാൻ കേട്ടോ. ഈ വഴിയുടെയൊക്കെ വൈറലായതെല്ലാം അവരറിയുന്നുണ്ട്. വാസവൻ്റെ അടുത്ത് വാസവൻ വന്നിട്ട് സാജനെ കാണുന്നുണ്ട്. എന്നിട്ട് ഈ വിവരം പറയുമ്പോൾ വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, വിക്രമിനെ കൊല്ലാൻ വേണ്ടി ശ്രീകാന്തും മറ്റുള്ളവർ നടത്തുന്ന കളിയാണ് ഇത് എന്ന് പറയാണ്. അനിയൻകുട്ടനെ ഒരിക്കലും ആ എതിരാളികൾ കിട്ടാൻ പാടില്ല. എൻ്റെ മകൻ്റെ മരണത്തിന് കാരണക്കാരൻ അറിയുന്ന ഒരാൾ അനിയൻകുട്ടനാണ്, വാ എന്ന് പറഞ്ഞുകൊണ്ട് സാജനെയും
രാജേട്ടനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വാസവന് നേരെ ഇവർ താമസിക്കുന്ന ഇടത്തേക്ക് യാത്ര പോവാണ്. ആ സമയത്താണെങ്കിലും രാത്രി ആ സമയത്ത് വേദയും വിക്രമും തൽക്കാലത്തേക്ക് മൈക്കിളച്ചൻ സേവ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ആ രാത്രിയിൽ അവർ കിടക്കുന്ന ആ ഭാഗത്തൊക്കെ ആയിട്ട് ഗുണ്ടകളും ശ്രീകാന്ത് ചന്ദ്രശേഖരനെല്ലാം വന്നിരിക്കുന്നുണ്ട്. ആ സമയം തന്നെ വേദയ്ക്ക് എന്തോ പുറത്താരോ നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ വേദ വിക്രമിനെ വിളിക്കുക. രണ്ടുപേരും ശബ്ദമുണ്ടാക്കാതെ അനിയും കുട്ടനുമായിട്ട് തേയിലത്തോട്ടത്തിലേക്ക് മറിഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ അരിച്ചു പെറുക്കി ഗുണ്ടകൾ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഇല്ല അവരാരും ഇവിടെ ഇല്ല, അവർ രക്ഷപ്പെട്ട് കാണും, എന്തായാലും അധിക ദൂരം പോയി കാണത്തില്ല, ഇത് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അങ്ങനെ അവരെല്ലാം അവിടേക്ക് അരിച്ചു പെറുക്കാണ്. അങ്ങനെ വേദിയും വിക്രമും കൂടെ ഒരു ഭാഗത്ത് ഒളിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് ശ്രീകാന്തിൻ്റെ കണ്ണിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശ്രീകാന്ത് അവർക്ക് നേരെ ഇങ്ങനെ വെടിവെക്കുന്നുണ്ട്. വേദിയും കൊണ്ട് അവ ഓടാണ്. അനിയൻകുട്ടനെയും വേദിയെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാവാതെ വിക്രം അവിടെ തളർന്ന് വീഴുന്നുണ്ട്. വിക്രം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വേദിയും പിടിച്ചു നിൽക്കുകയാണ്. അനിയൻകുട്ടനെയും എടുത്ത് വിക്രം വീണ്ടും ഓടാനായതോ പെട്ടെന്ന് ഒരു മലമുകളിന് താഴേക്ക് അവനും അനിയൻകുട്ടനും കൂടെ ഉരുണ്ടു പോവാണ്. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ നിന്ന് ആർത്ത് വിളിക്കുന്നുണ്ട്. വിക്രമിന് നേരെ നിറയൊഴിച്ച ശ്രീകാന്ത് പെട്ടെന്ന് അത് വേദക്കാണ് കൊള്ളുന്നത്. അതിന് വിക്രമിനെ സേവ് ചെയ്യാനായിട്ട് ആ വെടിക്കുള്ളിൽ മുമ്പിലേക്കായിട്ട് തന്നെ വേദ ഓടി വരാതെ കറക്റ്റ് അവളുടെ നെഞ്ചിലാണ് തകർക്കുന്നത്. അതോടുകൂടെ വേദ ഒരു അലർച്ചയോടെ താഴേക്ക് വീഴാട്ടോ. ചന്ദ്രശേഖരനും ശ്രീകാന്തിനും മനസ്സിലാവാണ് അത് ആ വെടിയുണ്ട കൊണ്ടത് വേദക്കാണെന്ന കാര്യം. അവൻ്റെ കൂടെ വന്നാൽ ഇത് തന്നെയായിരിക്കും അവളുടെ അവസ്ഥ. ഇപ്പം മനസ്സിലായില്ലേ, വെറുതെ ചാവാനായിട്ട് വരുമ്പട്ടോ വന്നവൾ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വേദയെ നോക്കാതെ താഴേക്ക് ഉരുണ്ടുപോകുന്ന വിക്രമിനെ നേരെ വീണ്ടും നിറയൊഴിക്കുന്നുണ്ട്. എന്നാൽ വിക്രമിനെയും അനിയൻകുട്ടനെയും അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല കേട്ടോ. ഒരു കുറ്റിക്കാടിനുള്ളിൽ അവർ മറിഞ്ഞു നിൽക്കായിരിക്കും. വേദിയെ ഒന്ന് നോക്കിയിട്ട് സ്വന്തം സഹോദരിയാണ് രക്തം പുരണ്ട് കിടക്കുന്നതെന്ന് മനസ്സിലായിട്ട് പോലും അത് ഒന്ന് തിരിഞ്ഞു നോക്കാതെയാണ് കേട്ടോ ശ്രീകാന്ത് അവിടുന്ന് പോയത്. ഇതേ നീ അനുഭവിക്ക്, നീ ചോദിച്ചു വാങ്ങിയതാണ്. കൂടെപ്പിറപ്പാണെന്നുള്ളതിൻ്റെ ഒരു ദാക്ഷിണ്യൊന്നും ഞാൻ നിന്നോട് കാണിക്കുന്നില്ല. നീ എന്നോട് പെരുമാറിയത് എങ്ങനെയാണോ അങ്ങനെ എനിക്കറിയാം. ആ സമയം ചന്ദ്രശേഖർ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, അവളെ രക്ഷിക്കണം, അവളില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല ശ്രീകാന്ത്, വാ പേടിക്ക് എന്ന് പറയാണ്. എന്നാൽ ആ സമയത്തായപ്പോഴേക്കും ജോസഫും രാജേട്ടനും വാസവനും കൂടെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു വാഹനത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ശ്രീകാന്തും ചന്ദ്രശേഖറും പെട്ടെന്ന് മാറിപ്പോവാണ്. എന്നാൽ താഴെ വീണ് കിടക്കുന്ന വേദ രക്തത്തിൽ കുളിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന വേദയെ കണ്ടതും വാസവനും അവരെല്ലാവരും കൂടി ചേർന്ന് അവളെ ജീപ്പിൽ കയറ്റുന്നുണ്ട്. വിക്രം എവിടെ? വേദയുടെ മുഖത്ത് വെള്ളം തെളിക്കുമ്പോൾ വേദ കണ്ണ് തുറക്കുന്നുണ്ട്. അന്നേരത്തെ വേദ വിക്രം വിക്രം എന്ന് മാത്രമാണ് പറയുന്നത്. അവൻക്ക് എന്ത് സംഭവിച്ചെന്നോ എന്ത് പറ്റിയെന്ന് പോലും അവൾക്ക് പറയാനാവുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. അങ്ങനെ വേദയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് അവർ വേദയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ജോസഫിനോട് വാസവൻ പറയുന്നുണ്ട്, വിക്രമോ അനിയൻകുട്ടൻ ഇവിടെ എവിടെയെങ്കിലും കാണും, അവരുടെ കയ്യിൽ ഒരിക്കലും അവർ പെടാൻ പാടില്ല. അങ്ങനെ അവരെല്ലാം അരിച്ചു പെറുക്കുമ്പോൾ സാജൻ്റെയും ജോസഫിൻ്റെയും കണ്ണിൽ അനിയൻകുട്ടനെയും വിക്രമിനെയും കാണുന്നുണ്ട്. അവരിന്ന് രക്ഷിച്ച് വാസവൻ്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോവാണ്. വേദ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്ക് സ്വന്തം സഹോദരൻ തന്നെയാണ് അവൾക്ക് വെടിവെച്ചെന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ഹോസ്പിറ്റലെത്തിയ വേദയുടെ അവസ്ഥ അത്രയ്ക്കും ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും. വേദ ആ ബുള്ളറ്റ് പുറത്തെടുത്തിട്ടുണ്ടെങ്കിലും അവൾ ജീവിച്ചിരിക്കുമോ എന്നുപോലും അറിയത്തില്ല. അത്രയൊരു അവസ്ഥയിലാണെന്ന കാര്യം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയ്ക്ക് മരണത്തിന് മല്ലടിച്ച് വേദ മണിക്കൂറുകളോളം ഹോസ്പിറ്റൽ കഴിയേണ്ടി വരികയാണ്. പതിയെ വീണ്ടും വേദ ജീവിതത്തിലേക്ക് വരുന്നെങ്കിലും അപ്പോഴേക്കും നാട്ടിലെ വരുണിൻ്റെ യഥാർത്ഥ പ്രതിയെ വിക്രമും അനിയൻകുട്ടനും കൂടെ എല്ലാവർക്കും മുമ്പിൽ തുറന്ന് കാട്ടിയിട്ടുണ്ടാവും. വാസവനോട് തൻ്റെ മകനെ കൊന്ന കൊലയാളി മറ്റാരുമല്ലെന്നും പുളിക്കനെ കൊന്നത് ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെയാണെന്ന കാര്യവും തുറന്ന് പറയാണ്. അതോടുകൂടെ തൻ്റെ കൂടെ നിന്ന് ചതിച്ചത് ചന്ദ്രശേഖരനും ശ്രീകാന്തുമാണ്. തൻ്റെ മകൻ്റെ മരണത്തിന് ഉത്തരവാദി അവർ തന്നെയാണെന്ന് മനസ്സിലാക്കിയ വാസവൻ അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. എന്നാൽ ശ്രീകാന്തിനെ അപ്പോഴേക്കും പോലീസ് അറസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും കേട്ടോ. വാസവൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാനാവില്ല. എൻ്റെ മകന് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വഴിയിൽ നീ പോകുമെന്നും നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലെന്നും വാസവൻ പറയുന്നുണ്ട്. അങ്ങനെ തൽക്കാലത്തേക്ക് വേദ ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുവരാട്ടോ. വിക്രമിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവൾക്ക് വല്ലാതെ ഭയം തോന്നുന്നുണ്ട്. വേദ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ
അവൻ നിന്റെ ഏട്ടനാണിട്ട് പോലും പെങ്ങളാണെന്നുള്ള ഒരു പരിഗണന പോലും നിനക്ക് തന്നില്ലല്ലോ. അയാളെ ചെന്നായാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഒരു ഹറേനല്ല. വാസവൻ്റെ കൈക്കൊണ്ട് തീരേണ്ടവനാണ്. വേണ്ട, വാസവൻ്റെ മനസ്സിൽ നല്ലൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു കൊലയാളിയുടെ ചിത്രം കൊടുക്കാൻ പാടില്ല. നിയമത്തിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കണമെന്ന് വേദയും വിക്രമും മനസ്സറിഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു രംഗം.